ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. PYQ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റായി കണ്ട് ക്ലാസ് കേട്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ വി നാരായണൻ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. തമിഴ്നാട് സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. അടുത്തത് സർദാർ സരോവർ നർമ്മദാ നദിയാണ്, ഗുജറാത്തിലാണ്. സർദാർ സരോവർ നർമ്മദാ നദിയിലാണ്, ഗുജറാത്തിലാണ്. കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ ഏത് നദിയിലാണ്? കാവേരി നദിയിലാണ്, കർണാടകയിലാണ്. അടുത്തത് നിസാം സാഗർ ഗോദാവരി നദിയിലാണ്. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്. സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഒന്നുകൂടി പറയാം, ഹിരാക്കുണ്ട് മഹാനദിയിലാണ്, സംസ്ഥാനം ഒഡീഷയാണ്. സർദാർ സരോവർ നർമ്മദാ നദിയിലാണ്, ഗുജറാത്തിലാണ്. കൃഷ്ണരാജസാഗർ കാവേരി നദിയിലാണ്, കർണാടകയാണ്. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്, സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയാണിത്, പുനർഗേഹം പദ്ധതി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊല്ലം ടു ചെങ്കോട്ടയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? അത് ബേപ്പൂർ ടു തിരൂറാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ ടു തിരൂറാണ്. 1861 മാർച്ച് 12 ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. 1861 മാർച്ച് 12 ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം സവിശേഷതകൾ അല്ല. ഹിമാദ്രിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു. ഹിമാദ്രിയുടെ സവിശേഷതകളാണ് ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു, മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിരയാണിത്, ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ശരാശരി ഉയരം 6000 മീറ്ററാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, അന്നപൂർണ തുടങ്ങിയ നിരവധി ഉയരമേറിയ കൊടുമുടികൾ ഹിമാദ്രിയിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, അന്നപൂർണ തുടങ്ങിയ നിരവധി ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഇനി ഡൂണുകൾ ഏത് പർവ്വത മേഖലയുടെ സവിശേഷതയാണ്?
സിവാലിക്കിൻ്റെ സവിശേഷതയാണ് ഡൂണുകൾ. നമ്മൾ പറഞ്ഞു ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ സിവാലിക്കിൻ്റെ സവിശേഷതയാണ് ഇത് ഡൂണുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ എ ആണ് സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓരോന്നായിട്ട് നോക്കാം. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണിത്. പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണ്. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. മതികെട്ടാൻ ചോലയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 2003 ആണ്. ഇടുക്കി ജില്ലയിലാണ്. അടുത്തത് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗമാണിത് നീലഗിരി താർ അഥവാ വരയാട്. വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണിത്. ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണിത് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. അടുത്തത് സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ അഥവാ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യുന്നത് തൊട്ടടുത്ത വർഷമാണ്. 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റ് ലൂ ആണ്. ഓപ്ഷനിലുള്ള ബാക്കി പ്രാദേശികവാദങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. ആദ്യം ഫൊന്നാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണിത് ഫൊൻ. എവിടെയാണ്? യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണിത് ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദ ഫൊന്നാണ്. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദമാണിത് ഫൊൻ. അടുത്തത് ഹർമാറ്റൻ ആണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണിത് ഹർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണിത് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണിത് ഹർമാറ്റൻ. അടുത്തത് ചിനൂക്കാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണിത് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരകളിൽ വീശുന്ന കാറ്റാണിത് ചിനൂക്ക്. മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ്. മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്കാണ്. ഒന്നുകൂടി പറയാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റാണിത് ലൂ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണിത് ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഫൊന്നാണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാറ്റനാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണിത് ഹർമാറ്റൻ. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണിത് ചിനൂക്ക്. മഞ്ഞുതീനി എന്ന് വിളിക്കപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ്.
അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പെരിയാറുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് നീളം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയാണേത്? പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദിയും പെരിയാർ തന്നെയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി ഏതാണ്? പെരിയാറാണ്. പെരിയാറിൻ്റെ ഉത്ഭവം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. പെരിയാറിൻ്റെ ഉത്ഭവം സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയാണ്. പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണേത്? മുതിരപ്പുഴ. മുതിരപ്പുഴ പെരിയാറിൻ്റെ പോഷക നദിയാണ്. ഇനി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാണ്? അത് പമ്പ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പ നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. കെ സ്മാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. കെ സ്മാർട്ട് പൂർണ്ണ രൂപം പഠിച്ചു വെക്കണം. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് പൂർണ്ണരൂപം. എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് കെ സ്മാർട്ടിൻ്റെ പൂർണ്ണരൂപം. 2024 ജനുവരി 1 മുതലാണ് കെ സ്മാർട്ട് പ്രാബല്യത്തിൽ വന്നത്. ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2024 ജനുവരി 1 പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 2024 ജനുവരി 1 പിണറായി വിജയനാണ് കെ സ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം? ആൻസർ ഓപ്ഷൻ ബി ആണ്. പെരിയാർ ടൈഗർ റിസർവാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണേത്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെട്ടത് ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നും തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെട്ടത് ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പുല്ലമ്പാറ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കരയവാസ് മണ്ണാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത്? കരയവാസ് മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മഴനിഴൽ പ്രദേശങ്ങൾ. മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം തെറ്റാണ്. കല്ലടിയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടി കായലാണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നതും അഷ്ടമുടി കായലിലാണ്. കല്ലടിയാറിൻ്റെ പതനസ്ഥാനവും
മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നതും അഷ്ടമുടി കായലിലാണ്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ തന്നെയാണ് പുന്നമട കായൽ എന്നറിയപ്പെടുന്നതും. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വേമ്പനാട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണിത് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഇമ്പോർട്ടൻ്റ് ആണ്. PSC മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വേമ്പനാട് കായലാണ്. പുന്നമടക്കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നതും വേമ്പനാട് കായൽ തന്നെയാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഇത്. മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇതുപോലത്തെ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നമുക്കത് കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷനിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നതുമായ തുറമുഖം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. ഇൻഡോ നോർവീജിയൻ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്ന തുറമുഖവും നീണ്ടകരയാണ്. കൊല്ലം ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരിയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഇത് SCRT എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലാണ്. കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം ജില്ലയിലാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1921 നവംബർ 10 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി നടന്നത്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരി. ബൂവർ യുദ്ധം നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ബൂവർ യുദ്ധം നടന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. രക്തരഹിത വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം ഇംഗ്ലണ്ടാണ്.
ബോക്സർ കലാപം നടന്നത് എവിടെയാണ്? ചൈനയിലാണ്. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകൂടി പറയാം. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈന. ബൂവർ യുദ്ധം നടന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. രക്തരഹിത വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കോകില സന്ദേശം. ഇത് പുതിയ 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്റർ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു SCERT ചാപ്റ്റർ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യമാണിത്, കോകില സന്ദേശം. കോകില സന്ദേശം രചിച്ചത് ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ആരാണ്? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ഇനി നമ്മൾ ഈ പഠിച്ച ഭാഗമായിട്ട് ബന്ധപ്പെട്ടതും കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡുമായ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അറിയുന്നവരെ ആൻസറെ നമ്പറിട്ട് കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി ആരാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം എന്നാണ്? അറിയുന്നവർ ആൻസർ നമ്പറിട്ട് കമൻറ്റ് ചെയ്യണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.